എല്ലാവർക്കും നമസ്കാരം. ഒരു ദിവസം ഒരു അപ്പനും മകനും കൂടെ അവരുടെ ബെൻസ് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അവർ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞുമോൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇവർ പോകുമ്പോൾ ഒരു ചാവാലിപ്പട്ടി, അതായത് ഇങ്ങനെ പുറത്തു നിന്നും ഒരു ചാവാലിപ്പട്ടി ഇവരുടെ പുറകെ ഇങ്ങനെ എപ്പോഴും കുരച്ചുകൊണ്ട് ചെല്ലും. അതായത് ഇവരുടെ കാറിന് പുറകിൽ ഇങ്ങനെ കുരച്ചുകൊണ്ട് ചെല്ലും. അപ്പോൾ കുറേ ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മകനത് ഇറിറ്റേറ്റിംഗ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മകൻ അപ്പനോട് പറഞ്ഞു, അപ്പാ ആ ചാവാലിപ്പെട്ടി കണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ പുറകെ ഇങ്ങനെ കുരച്ചുകൊണ്ട് വരുന്നത്, അതുകൊണ്ട് അതിനെ അപ്പൻ്റെ വണ്ടി കയറ്റി അങ്ങ് കൊന്നുകളയാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം അതൊരു ചാവാലിപ്പട്ടിയാണ്, അതിന് വേറെ ഒന്നും അറിഞ്ഞുകൂടാ, അതിന് കുരയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അത് കുരയ്ക്കുന്നതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അതിൻ്റെ തനി സ്വഭാവം അങ്ങനെയാണ്, അതിങ്ങനെ എന്ത് കണ്ടാലും കുരച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ എല്ലിൻ കഷ്ണങ്ങൾ കണ്ടാലും വേസ്റ്റ് കണ്ടാലും എപ്പോഴും ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ എല്ലിൻ കഷ്ണം അല്ലെങ്കിൽ വേസ്റ്റ് വേറെ പട്ടികൾ അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക പങ്കിടാൻ വന്നാലും അതിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൻ്റെ നേച്ചറാണത്, അതിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുക എന്ന്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത് കുരയ്ക്കുന്നത് എപ്പോഴും നമ്മളുടെ പുറകെ വന്ന് കുരയ്ക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് അതിനെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണ് അതിങ്ങനെ നമ്മുടെ കാറിൻ്റെ പുറകെ ഇങ്ങനെ കുരച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ട, നമ്മളുടെ ഗ്ലാസ് അങ്ങ് ഉയർത്തി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിനെ കാണത്തുമില്ല, ഇതിൻ്റെ ശബ്ദമേ നമ്മൾ കേൾക്കത്തില്ല, നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. കുറച്ച് ദിവസം ഇങ്ങനെ പുറകെ നടന്ന് കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ തിരിച്ചു പോയിക്കോളും, നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി എന്ന് ഈ അപ്പൻ മകനോട് പറഞ്ഞു. അപ്പോൾ മകന് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം അത് മകന് മനസ്സിലായി. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നെയാണ് ഈ കഥയുടെ ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾക്കെതിരെയും ഇങ്ങനെ കുറേ പേരിങ്ങനെ നമ്മൾ ആ ഭാഗത്തോട്ട് പോയില്ലെങ്കിൽ പോലും ഈ ചിലരിങ്ങനെ ചുമ്മാ ഇങ്ങോട്ട് വന്ന് നമ്മളോട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും, നമ്മളോടിങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും അവരോട് തിരിച്ച് പ്രതികരിക്കാനോ അവരെ മൈൻഡ് ചെയ്യാനോ ആ ഭാഗത്തോട്ട് പോലും പോകരുത്. കാരണം അവർക്കും അവരുടെ ചുറ്റുമുള്ളവരെ എപ്പോഴും ഇങ്ങനെ ഒരു വക നാറ്റം വമിക്കുന്ന അവസ്ഥയിലായിരിക്കും. അതായത് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു തരം അച്ചടക്കമില്ലാതെയും ഒരു നാറ്റം വമിക്കുന്ന കാര്യങ്ങളായിരിക്കും അവരുടെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെയും കൂടി അതിനകത്തോട്ട് വലിച്ചിടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്തോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾക്കും കൂടെ നാറ്റം വമിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അവരെ അവോയ്ഡ് ചെയ്തുവിട്ട് അത് മൈൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. ഓക്കെ, അതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന പാഠം. ഒരു ഇൻസിഡൻറ്റ് കൂടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് പനി പിടിച്ച് എനിക്ക് കുറച്ച് ദിവസങ്ങൾ സ്കൂളിൽ പോകാൻ പറ്റാതിരുന്നു. അപ്പം ഞാൻ സ്കൂളിൽ പോകാൻ പറ്റാതിരുന്ന സമയത്ത് ഞാനിങ്ങനെ നോട്ട് പകർത്തി, എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ നോട്ട് ഇങ്ങനെ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ എൻ്റെ പപ്പായുടെ പെങ്ങളുടെ മോനാണ് വിളിച്ചത്. പുള്ളി ഒരു അച്ഛനാണ്. അപ്പോൾ ഈ അച്ഛന്മാരെ നമുക്കറിയാം, ഇവർ 12 വർഷവും 14 വർഷമൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഇവർ അച്ഛന്മാരാകുന്നത്. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുവാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പനി ആയതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ബുക്ക് പകർത്തി എഴുതുകയാണെന്ന് പറഞ്ഞു. എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുടെ ബുക്ക് മേടിച്ച് പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ ആരുടെ ബുക്കാണ് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ആരുടെ ബുക്ക് മേടിച്ചാണ് നീ പകർത്തി എഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ആ കുട്ടിയുടെ പഠനത്തിൻ്റെ ലെവൽ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്നെ കഴിഞ്ഞൊക്കെ പുറകിൽ അങ്ങ് കിടക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെയുള്ള നിന്നെ കഴിഞ്ഞ് പുറകിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ ബുക്കല്ല നീ മേടിച്ചെഴുതേണ്ടത്. നീ എഴുതുമ്പോൾ എപ്പോഴും നിൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കുന്ന കുട്ടിയുടെ ബുക്ക് വേണം മേടിച്ചെഴുതാൻ. കാരണം അതിനകത്തൊരു 90% ശരിയായിരിക്കും, പിന്നെ കുറച്ചൊക്കെ വൃത്തിയും ആ ബുക്കിനെ കാണത്തുള്ളൂ. അതുകൊണ്ട് നീ ആ ഫസ്റ്റ് റാങ്കുള്ള കുട്ടിയുടെ ബുക്ക് എപ്പോഴും മേടിക്കാവുള്ളൂ, അതിലും താഴെയുള്ള ഒരാളുടെ ബുക്ക് നീ മേടിച്ചെഴുതരുതെന്ന് പറഞ്ഞു. അപ്പം അതെൻ്റെ ജീവിതത്തിൽ എനിക്കതൊരു വലിയൊരു സ്ട്രൈക്കായി. കാരണം ഞാൻ പിന്നെ അത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആ വാക്കിനെ ആ ഉപദേശത്തെ അങ്ങ് ഏറ്റെടുത്തു. കാരണം ഞാൻ പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ എപ്പം നോക്കിയാലും ഒരിക്കലും ഒരു എന്നെ കഴിഞ്ഞ് താഴ്ന്ന ലെവലിലുള്ള ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കും, വീണ്ടും വർത്താനം പറയുന്നതല്ല ഞാൻ പറഞ്ഞ്. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിവ് നേടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ലെവലിന് താഴെയുള്ള ഒരാളുടെ അടുത്തോട്ട് ഞാൻ പോകത്തേയില്ല. എപ്പോഴും ഞാൻ എൻ്റെ ലെവലിനെ കഴിഞ്ഞ് ഹയർ ലെവലിലുള്ള ഒരാളുടെ അടുത്തേ ഞാൻ പോകത്തുള്ളൂ. അത് ഭൗതിക കാര്യത്തിലാണെങ്കിലും ശരി, ആത്മീയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, എപ്പോഴും നമ്മളെ കഴിഞ്ഞും ടോപ്പ് ലെവലിൽ, അതിൻ്റെ ആത്മീയത്തിൻ്റെ ഭൗതികത്തിൻ്റെയൊക്കെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നവരെ വേണം നമ്മളെപ്പോഴും ഫോളോ ചെയ്യാൻ. അവരുടെ ഉപദേശങ്ങൾ വേണം നമ്മൾ കേൾക്കുവാൻ, അവരിൽ നിന്ന് വേണം നമ്മൾ പഠിക്കുവാൻ. ബാക്കിയുള്ളതിനകത്തൊന്നും നമ്മൾ ഇടപെടാതിരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം ബാക്കിയുള്ള കാര്യങ്ങളിൽ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെവൽ താഴ്ന്നു പോകും. നമ്മൾക്ക് എപ്പോഴും ഉയർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മളെ കഴിഞ്ഞും ഉയർന്നു നിൽക്കുകയും ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തവരെ ഫോളോ ചെയ്താലേ നമ്മൾക്കത് നടക്കത്തുള്ളൂ. അത് നമ്മൾ
ബിസിനസ്സുകാരുടെ ചരിത്രം എടുത്താലും അറിയാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു തോറ്റ ബിസിനസ്സുകാരനെ ഒരിക്കലും നമ്മൾ നോക്കത്തില്ല, അല്ലേ? നമ്മൾ അയാൾ ചെയ്ത ബിസിനസ് നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ജയിച്ച് നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനെ നമ്മൾ ഫോളോ ചെയ്യത്തില്ല. കാരണം അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത് എന്നുള്ളതിൻ്റെ ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കാൻ നമ്മളെപ്പോഴും ആ ജയിച്ച ആളുടെ പുറകെ ആയിരിക്കും പോകുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മളെ ഇല്ലാത്ത വിഷയങ്ങളിലേക്ക് വലിച്ചിടുവാൻ ശ്രമിക്കുന്ന, നമ്മളെ കഴിഞ്ഞ് താഴ്ന്ന ലെവലിലുള്ളവരുടെ നാറ്റം വമിക്കുന്ന വിഷയങ്ങളിലേക്കും അവരുടെ അറിവ് കുറഞ്ഞ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാതിരിക്കുക. എപ്പോഴും നമ്മളെ കഴിഞ്ഞും ഒത്തിരി ലെവൽ കൂടിയ ആൾക്കാരുമായിട്ട് അവരുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക, അവരുടെ അറിവ് നേടുവാനായിട്ട് അവർ പറയുന്നത് ശ്രദ്ധിക്കുവാൻ നമ്മൾ ചെവി കൊടുക്കുക. ഓക്കെ, എന്നാലേ നമ്മൾക്ക് ജയം ഉണ്ടാകത്തുള്ളൂ. അതിലും താഴെയുള്ളതിനെയൊക്കെ മൈൻഡ് ചെയ്യാതെ വിട്ടുകൊള്ളുക. ചുമ്മാ നമ്മുടെ ടൈം വേസ്റ്റ് ആകരുത് എന്ന് മാത്രം. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.